തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ബഹിരാകാശ ശാസ്ത്ര നേട്ടത്തെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ പ്രധാനമന്ത്രിയുടെ അഭിസംബോധന നാടകം. മിഷൻ ശക്തി എന്ന ഉപഗ്രഹവേധ മിസൈൽ പരീക്ഷണം വിജയമെന്ന് മോദി. നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയെന്നും പ്രധാനമന്ത്രി. വർഷങ്ങൾക്ക് മുമ്പേ ബഹിരാകാശ രംഗത്ത് ഇന്ത്യ കൈവച്ച സാങ്കേതിക വിദ്യയാണ് പുതിയ നേട്ടമാക്കി മോദി പ്രഖ്യാപിച്ചത്. भारत ने आज अपना नाम अंतरिक्ष महाशक्ति स्पेस पावर के रूप में दर्ज करा दिया है। अब तक दुनिया के 3 देश अमेरिका, रूस और चीन को यह उपलब्धि हासिल थी। अब भारत चौथा देश है जिसने आज यह सिद्धि प्राप्त की है। हमारे वैज्ञानिकों ने अंतरिक्ष में, स्पेस में 300 किलोमीटर दूर LEO लो अर्थ ऑर्बिट में एक लाइव सैटेलाइट को मार गिराया है। सिर्फ 3 मिनट में सफलतापूर्वक यह ऑपरेशन पूरा किया गया है। मिशन शक्ति यह अत्यंत कठिन ऑपरेशन था। സന്തോഷ് സർലിംഗ് ചേർന്നുണ്ട് ദില്ലിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകാനായി. സന്തോഷ, പ്രധാനമായും 2 കാര്യങ്ങൾ. ഒന്ന്, വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇന്ത്യ സ്വായത്തമാക്കിയ സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് ഈ ഉപഗ്രഹവേധ മിസൈൽ എന്ന് പറയുന്നത്. മറ്റൊന്ന്, സാധാരണയായി ഇത്തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ കൈവരിക്കുമ്പോൾ ISROയിലെയോ അല്ലെങ്കിൽ DRDOയിലെയൊക്കെ ശാസ്ത്രജ്ഞന്മാരാണ് അത് രാജ്യത്തോട് വിശദീകരിക്കാറുള്ളത്. പ്രധാനമന്ത്രി അടക്കമുള്ളവർ അവരെ അഭിനന്ദിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ ഇത്തവണ പതിവിന് വിപരീതമായി പ്രധാനമന്ത്രി നേരിട്ട് വന്ന് ഇക്കാര്യം പറയുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള അഭിസംബോധന നാടകം എന്ന് വിശേഷിപ്പിച്ചാൽ അധികമാവില്ലല്ലോ. മനു, കാരണം ഈ രംഗത്ത് പ്രതിരോധ മേഖലയിൽ തന്നെ തികച്ചും സംഭവിക്കാത്ത രീതിയിലാണ് ഇപ്പോൾ ഈ വിഷയത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈകാര്യം ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള അമർഷം ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം നരേന്ദ്രമോദി ബഹിരാകാശ രംഗത്ത് വൻ നേട്ടം എന്ന അവകാശവാദത്തോടെയാണ് സാറ്റലൈറ്റ് വേധ മിസൈൽ ഇന്ത്യ പരീക്ഷിച്ചുവെന്ന് അറിയിച്ചത്. മിഷൻ ശക്തി എന്ന് പേരിട്ട പരീക്ഷണത്തിൽ സാറ്റലൈറ്റ് വേധ മിസൈലായ എ-സാറ്റ് എന്ന മിസൈൽ 300 കിലോമീറ്റർ ഉയരത്തിൽ ലോ എർത്ത് ഓർബിറ്റിൽ പ്രവർത്തനത്തിലിരുന്ന ഉപഗ്രഹത്തെയാണ് തകർത്തത്. ജനുവരി 24-ന് ഇന്ത്യ തന്നെ വിക്ഷേപിച്ച മൈക്രോസാറ്റ് 6 എന്ന ഉപഗ്രഹമാണിത്. അതിനെയാണ് എന്തായാലും ഇന്ത്യ തകർത്തത്. എന്നാൽ ഇന്ത്യ 2012-ൽ തന്നെ ഈ സംവിധാനം ആർജിച്ചെടുത്തിരുന്നു. DRDOയുടെ അന്നത്തെ തലവൻ ഉപഗ്രഹവേധ മിസൈൽ പരീക്ഷണം നടത്താൻ രാജ്യം തയ്യാറാണ് എന്ന് അന്നത്തെ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം അദ്ദേഹത്തിന്റെ തന്നെ ഒരു അഭിമുഖമായി പുറത്തു കൊണ്ടുവന്നു. ആ അഭിമുഖം ഇപ്പോൾ വളരെ വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഉപഗ്രഹങ്ങളൊന്നും ഒരു ആയുധമായി ഒരു ലോകരാഷ്ട്രം ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന് പരീക്ഷണത്തിന് രാജ്യം അന്ന് അനുമതി നൽകിയില്ല. കാരണം അതിന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ശത്രു രാജ്യം ഇന്ത്യയിലേക്ക് മിസൈൽ അയച്ചാൽ ആ മിസൈൽ ചീറിപ്പാഞ്ഞു വരുന്ന ആ മിസൈലിനെ അന്തരീക്ഷത്തിൽ കടന്നതിന് ശേഷവും അല്ലെങ്കിൽ കടക്കുന്നതിന് മുമ്പും തകർത്തു കളയാനുള്ള സാങ്കേതിക സംവിധാനമുള്ള രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു ഭ്രമണപഥത്തിലൂടെ മന്ദഗതിയിൽ സഞ്ചരിക്കുന്ന ഒരു സാറ്റലൈറ്റിനെ തകർക്കേണ്ട ആവശ്യം ഇന്ത്യക്ക് ഒരിക്കലും വേണ്ടിയില്ല. അത്തരം ഒരു പരീക്ഷണം ലോകരാഷ്ട്രങ്ങൾ നടത്താറുമില്ല. പകരം ഈ മിസൈൽ വേധ മിസൈലുകളൊക്കെ വികസിപ്പിച്ചെടുക്കുക, അതാണ് എപ്പോഴും യുദ്ധരംഗത്ത് രാജ്യങ്ങൾ പരസ്പരം ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് അതാണ് എപ്പോഴും പരീക്ഷണ അടിസ്ഥാനത്തിൽ എപ്പോഴും നവീകരിക്കാൻ രാജ്യങ്ങൾ ശ്രമിക്കാറുള്ളൂ. ഒരിക്കലും ഈ കൃത്യമായ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കുന്ന സാറ്റലൈറ്റുകളെ രക്ഷപ്പെട്ടുണ്ടാക്കണം നടത്താറൊന്നുമില്ല. എന്നാൽ ഇപ്പോൾ അത്തരമൊരു രീതിയിലൂടെ ഇന്ത്യ നടത്തിക്കൊണ്ട്, അത് ഒരു തെരഞ്ഞെടുപ്പ് ചൂട് സമയത്ത് അത് നടത്തിക്കൊണ്ട് അത് വലിയ നേട്ടമായി അവതരിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാൻ കഴിയുമോ എന്നാണ് മോദി ശ്രമിക്കുന്നത്. അതാണ് മനു ആദ്യം ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ഒരു പ്രശ്നം അവിടെ ഉയർന്നു വരുന്നത്. കാരണം ഈ സമയത്ത് ഇത് ഉപയോഗിക്കുക, ഇതിനു മുമ്പ് ഇതിനേക്കാൾ വലിയ നേട്ടങ്ങൾ കൈവരിച്ചപ്പോൾ അത് സയന്റിസ്റ്റുകളാണ് നേരിട്ട് രാജ്യത്തെ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അവരെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് മോദി തന്നെ രംഗത്തെത്തുക, എന്നിട്ട് അത് സ്വന്തം നേട്ടമായി അവതരിപ്പിക്കുക, ഇതിന് പിന്നിൽ കാലങ്ങളായി പ്രവർത്തിച്ച DRDOയെ കുറിച്ചൊരു വാക്കുപോലും പറയാതിരിക്കുക. അപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ അമർഷം രാജ്യത്തുണ്ട്. അത്തരമൊരു ഇരട്ടത്താപ്പ് എന്തിന് അദ്ദേഹം സ്വീകരിച്ചെന്ന ചോദ്യമാണ് ശക്തമായി ഉയരുന്നത്.
സന്തോഷ് സർലിംഗാണ് ദില്ലിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഓപ്പറേഷൻ മിഷൻ ശക്തി പ്രധാനമന്ത്രി നേരിട്ട് വന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയായിരുന്നു. പക്ഷേ ഇതിൽ പ്രധാനമായും ഉയർന്നു വരുന്നൊരു പ്രശ്നം 2012 തന്നെ ഈ സാങ്കേതികവിദ്യ ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു. അന്നത് പരീക്ഷിക്കാൻ തയ്യാറാണ് എന്ന് കാണിച്ചുകൊണ്ട് അന്നത്തെ DRDOയുടെ മേധാവി അന്നത്തെ സർക്കാരിന് കത്ത് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ അതിന്റെ ഒരു ആവശ്യകത യുദ്ധരംഗത്ത് ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുടെ ആവശ്യകത ഇല്ല. കാരണം മിസൈലുകളെ അടക്കം പാഞ്ഞു വരുന്ന മിസൈലുകളെ അടക്കം തകർക്കാനുള്ള സംവിധാനം രാജ്യത്തിനുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പരീക്ഷണത്തിന്റെ ആവശ്യകത ഇല്ല എന്ന നിലപാടാണ് അന്ന് സർക്കാർ സ്വീകരിച്ചത്. മാത്രമല്ല, സാധാരണ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ശാസ്ത്രജ്ഞരാണ് രാജ്യത്തെ അറിയിക്കുകയും അവരെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടക്കമുള്ളവർ അഭിനന്ദിക്കുന്നതുമാണ് നമ്മൾ ഇത്രയും നാൾ കണ്ട് പരിചയിച്ചിരുന്നത്. എന്നാൽ ഇലക്ഷൻ മുന്നിലെത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നാടകം നടത്തുന്ന കാഴ്ചയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ അഭിസംബോധനയിലൂടെ നമ്മൾ കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക്. വടകര ഓർക്കാട്ടേരിയിൽ CPIM ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ വീട് ആക്രമിച്ച കേസിൽ RMP പ്രവർത്തകർക്ക് തടവ് ശിക്ഷ വിധിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി അംഗം ബാലന്റെ വീട് ആക്രമിച്ച കേസിലാണ് തടവ് ശിക്ഷ വിധിച്ചത്. 10 RMP പ്രവർത്തകർക്ക് 3 വർഷത്തേക്കാണ് ശിക്ഷ. വിവരങ്ങളുമായി മേഘ മാധവൻ കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. മേഘ, ഇതെന്താണ് സംഭവം? മനു, 2012 മെയ്യിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. ഓർക്കാട്ടേരി ലോക്കൽ കമ്മിറ്റി അംഗം ബാലന്റെ വീടാണ് ഒരു സംഘം അക്രമികൾ തീ വെച്ച് നശിപ്പിച്ചത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 10 RMP പ്രവർത്തകർക്കാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 3 കൊല്ലം തടവും 3 ലക്ഷം രൂപ പിഴയുമാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. ഈ RMP പ്രവർത്തകർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഓർക്കാട്ടേരി ലോക്കൽ കമ്മിറ്റി അംഗം ബാലന്റെ വീട് കത്തിക്കുകയും വീട്ടു സാധനങ്ങളൊക്കെ തന്നെയും നശിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. വലിയ തരത്തിലുള്ള അക്രമമായിരുന്നു RMP സംഘം ആ സമയത്ത് അക്രമി സംഘം അഴിച്ചുവിട്ടത്. ആ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കോടതി ഈ RMP പ്രവർത്തകരെ 10ഓളം RMP പ്രവർത്തകരെ ശിക്ഷിച്ചിരിക്കുന്നത്. 3 കൊല്ലം തടവും 3 ലക്ഷം രൂപ പിഴയുമാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഈ RMP ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ദാമോദരൻ, ബാലൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇതിലെ പ്രതികൾ. 10 പേരാണ്. ഷനിൽ, വിപിൻലാൽ, രാജീവൻ, ബാബു, ബാലൻ, ശ്രീധരൻ, ചന്ദ്രൻ, ദാമോദരൻ, ഷാജി, വാസു എന്നീ 10 RMP പ്രവർത്തകരെയാണ് ഇപ്പോൾ കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. വലിയ തരത്തിലുള്ള ആക്രമണമായിരുന്നു ഈ 2012 മെയ്യിൽ ഈ വടകര കേന്ദ്രീകരിച്ചുകൊണ്ട് RMP നടത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാഗമായിട്ടായിരുന്നു ഓർക്കാട്ടേരി ലോക്കൽ കമ്മിറ്റി അംഗം ബാലന്റെ വീട് പൂർണ്ണമായും നശിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ അക്രമി സംഘം നീങ്ങിയത്. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വടകര അസിസ്റ്റന്റ് സെഷൻസ് കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് 10 RMP പ്രവർത്തകർ 3 കൊല്ലം തടവും പിഴയും ഈടാക്കിയിരിക്കുന്നു കോടതി. ശരി, മേഘയാണ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. കോൺഗ്രസിനെതിരെയുള്ള പരാമർശത്തിൽ നീതി ആയോഗ് ഉപാധ്യക്ഷൻ രാജീവ് കുമാറിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. അധികാരത്തിൽ വന്നാൽ പാവപ്പെട്ടവർക്ക് അടിസ്ഥാന വേതനം ഉറപ്പാക്കുമെന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനം അവസരവാദ രാഷ്ട്രീയമാണെന്ന പ്രതികരണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത്. പെരുമാറ്റച്ചട്ട ലംഘനം നടത്തിയെന്ന് ആരോപിച്ച കമ്മീഷൻ രാജീവ് കുമാറിനോട് 2 ദിവസത്തിനകം മറുപടി നൽകണമെന്ന് അറിയിച്ചിട്ടുണ്ട്. നീതി ആയോഗ് കേന്ദ്ര സർക്കാർ സ്ഥാപനമാണെന്നും അതിന്റെ ഉപാധ്യക്ഷ പദവിയിലിരുന്നു കൊണ്ട് പ്രതിപക്ഷ പാർട്ടിയുടെ വാഗ്ദാനങ്ങളെ വിമർശിക്കുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് രാജീവ് കുമാറിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 1971 ഗരീബി ഹട്ടാവോ, 2008 ഒരു റാങ്ക് ഒരു പെൻഷൻ, 2013 ഭക്ഷ്യസുരക്ഷാ പദ്ധതി എന്നിങ്ങനെ പല പദ്ധതികളും കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഒന്നും നടപ്പിലാക്കാതിരുന്ന കോൺഗ്രസ് വീണ്ടും അതുപോലെയുള്ള പ്രഖ്യാപനവുമായി വന്നിരിക്കുകയാണെന്നായിരുന്നു രാജീവ് കുമാറിന്റെ ആദ്യ ട്വീറ്റ്. GDPയുടെ 2% ബഡ്ജറ്റിന്റെ 13% കോൺഗ്രസ് പ്രഖ്യാപിച്ച പദ്ധതിക്കായി മാറ്റിവെക്കേണ്ടി വരുമെന്നും അങ്ങനെ വന്നാൽ മറ്റാവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ കഴിയില്ലെന്നുമായിരുന്നു രണ്ടാമതായി രാജീവ് കുമാർ ട്വീറ്റ് ചെയ്തത്. രാജ്യത്തെ 20% വരുന്ന ജനങ്ങൾക്ക് ഗുണകരമാകുമെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് അടിസ്ഥാന വേതനം നൽകുന്ന പദ്ധതി നടപ്പിലാക്കുമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ 2 ദിവസത്തിനകം വിശദീകരണം വേണമെന്നും നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി 2 മണ്ഡലത്തിൽ മത്സരിക്കുന്നതിൽ അനിശ്ചിതത്വം 5ാം ദിവസവും തുടരുന്നു. മത്സരിക്കാൻ വയനാടും കർണാടകവും പരിഗണനയിൽ ഉണ്ടെന്നാണ് ദേശീയ നേതാക്കൾ നൽകുന്ന സൂചന. രാഹുലിനെ കർണാടകത്തിൽ മത്സരിപ്പിക്കാൻ സമ്മർദ്ദവുമായി മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തുണ്ട്. ഇന്ന് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ നേതാക്കൾ.
കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ രണ്ടാം മണ്ഡലം സംബന്ധിച്ചുള്ള തീരുമാനം കുഴഞ്ഞുമറിയുന്നതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ. അമിത ആത്മവിശ്വാസത്താൽ രാഹുൽ മത്സരിക്കാനെത്തുമെന്ന പ്രചരണം നടത്തിയത് തിരിച്ചടിയാകുമെന്ന ആശങ്ക നേതാക്കളിൽ പ്രകടമാണ്. എന്നാൽ പ്രഖ്യാപനം നീളുന്നതിൽ ആശങ്ക അറിയിക്കുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയം ആരംഭിക്കുകയും ചെയ്തതിനാൽ തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് നേതാക്കളുടെ പ്രതീക്ഷ. പക്ഷേ രണ്ടാം മണ്ഡലത്തിൽ മത്സരിക്കണമോ എങ്കിൽ എവിടെ എന്നും രാഹുൽ തീരുമാനിക്കാനിരിക്കുന്നതേയുള്ളൂ. മത്സരിക്കാൻ തീരുമാനിച്ചാലാണ് വയനാടിന്റെ കാര്യം പരിഗണിക്കുക. വയനാടിനെ കൂടാതെ പാർട്ടിയുടെ സിറ്റിംഗ് സീറ്റായ കർണാടകത്തിലെ റായ്ചൂരും ചിക്കോടിയും പരിഗണനയിലുണ്ട്. BJP ശക്തി കേന്ദ്രമായ വടക്കൻ കർണാടകയിലെ ഈ മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ സംസ്ഥാനത്താകെ ഗുണം ചെയ്യുമെന്ന് മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു. കർണാടക നേതൃത്വത്തിന്റെ ഈ സമ്മർദ്ദവും കേരളത്തിലെ കോൺഗ്രസിനെ ആശങ്കയിലാക്കുന്നു. അതേസമയം വടകരയിലെ പ്രഖ്യാപനം വൈകുന്നത് സാങ്കേതികം മാത്രമാണെന്നും മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഉടൻ പ്രഖ്യാപിക്കുമെന്നുമാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. വയനാട് നിന്ന് മത്സരിക്കണമെന്ന കേരള ഘടകത്തിന്റെ ആവശ്യം രാഹുൽ ഗാന്ധി അംഗീകരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. ഞങ്ങളുടെ ആവശ്യം കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് തീർച്ചയായിട്ടും തെക്കേന്ത്യ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലും വലിയ തോതിലുള്ള ഒരു മുന്നേറ്റത്തിന് വഴിതെളിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. PC ജോർജിന്റെ ജനപക്ഷം NDAയിലേക്ക് എന്ന സൂചന. NDAയിൽ ചേരുന്നത് സംബന്ധിച്ച് PC ജോർജ് BJP കേന്ദ്ര സംസ്ഥാന നേതാക്കളുമായി ചർച്ച നടത്തി. മുന്നണി പ്രവേശനം സംബന്ധിച്ച വിവിധ പാർട്ടികളുമായി ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം ചേർന്ന ജനപക്ഷം സംസ്ഥാന കമ്മിറ്റി PC ജോർജിനെ ചുമതലപ്പെടുത്തിയിരുന്നു. അതേസമയം ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ PC ജോർജ് തയ്യാറായിട്ടില്ല. മുന്നണി പ്രവേശനത്തിന്റെ ഭാഗമായിട്ടാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറിയതെന്നും സൂചനയുണ്ട്. സംസ്ഥാനം കൊടും ചൂടും വരൾച്ചയും നേരിടുന്ന സാഹചര്യത്തിൽ സർക്കാർ അടിയന്തര യോഗം വിളിച്ചു. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ 3 മണിക്ക് ചേരുന്ന യോഗത്തിൽ പ്രതിരോധ നടപടികൾ ചർച്ച ചെയ്യും. വരൾച്ചാ പ്രതിരോധത്തിൽ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് ഏകോപന ചുമതല. വീഡിയോ കോൺഫറൻസ് വഴി ചീഫ് സെക്രട്ടറി സ്ഥിതി വിലയിരുത്തും. ഓരോ ദിനവും സംസ്ഥാനത്ത് ചൂടുകൂടുന്ന സാഹചര്യത്തിലും കടുത്ത വരൾച്ചയെ സംസ്ഥാനം അഭിമുഖീകരിക്കാൻ പോകുന്ന ഘട്ടത്തിൽ കൂടിയാണ് സർക്കാർ അടിയന്തര ഉന്നതതല യോഗം വിളിച്ചത്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. വീഡിയോ കോൺഫറൻസിംഗ് വഴി ചീഫ് സെക്രട്ടറി നിലവിലെ സ്ഥിതിഗതികളും വിലയിരുത്തും. അതോടൊപ്പം വരൾച്ചയെയും ചൂടിനെയും നേരിടുന്നതിന് വേണ്ടിയുള്ള നടപടികൾക്കും സർക്കാർ തുടക്കം കുറിച്ചു. ശുദ്ധജല ലഭ്യത ഉറപ്പാക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. ഓരോ ജില്ലകളിലും കിയോസ്കുകളിൽ ശുദ്ധജല ലഭ്യത കുറവുള്ള സ്ഥലങ്ങളിൽ കുടിവെള്ളം കൃത്യമായി എത്തിക്കാനാണ് നിർദ്ദേശം. വരൾച്ചാ പ്രതിരോധത്തിൽ റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഏകോപന ചുമതല. സൂര്യാഘാതത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായവും സർക്കാർ പരിഗണിക്കും. ഇതിനായി മാനദണ്ഡങ്ങൾ പരിശോധിക്കാൻ റവന്യൂ ആരോഗ്യ വകുപ്പുകൾക്ക് മന്ത്രിസഭായോഗം നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊടും ചൂടിൽ വെന്തുരുകി കേരളം. സൂര്യാഘാത സാധ്യത കണക്കിലെടുത്ത ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അതീവ ജാഗ്രതാ നിർദ്ദേശം നാളെ വരെ തുടരും. സൂര്യാഘാതമേൽക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. കടുത്ത ജാഗ്രതയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പും രംഗത്തുണ്ട്. വെന്തുരുകുകയാണ് കേരളം. വയനാട്, ഇടുക്കി ഒഴികെയുള്ള 12 ജില്ലകളിലും നാളെ വരെ സൂര്യാഘാത മുന്നറിയിപ്പ് തുടരുന്നുണ്ട്. മറ്റു ജില്ലകളിൽ താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഈ സാഹചര്യത്തിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുന്നത്. പാലക്കാടും പുനലൂരും ഇതിനോടകം താപനില 40 ഡിഗ്രി കടന്നുകഴിഞ്ഞു. ഈ രീതിയിൽ ചൂട് ഉയരുകയാണെങ്കിൽ 50 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തുമെന്നാണ് മുന്നറിയിപ്പ്. സംസ്ഥാന വ്യാപകമായി സൂര്യാഘാതമേൽക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും ആരും പകൽ 11 മുതൽ ഉച്ചയ്ക്ക് 3 മണിവരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കരുതെന്ന് ആരോഗ്യവകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ആവർത്തിച്ചു. പൊള്ളിക്കുന്ന അസാധാരണ ചൂടിനെ ശമിപ്പിക്കാൻ വേനൽ മഴ എത്തിയില്ലെങ്കിൽ ഉഷ്ണതരംഗ സാധ്യതയും സംസ്ഥാനത്ത് നിലനിൽക്കുന്നു. എൽനീനോ പ്രതിഭാസത്തിന്റെ സ്വാധീനം തുടരുന്നതിനാലാണ് വേനൽമഴയ്ക്ക് സാധ്യത സംസ്ഥാനത്ത് കുറയുന്നതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. ചുട്ടുപൊള്ളുന്ന ചൂടിനൊപ്പം പകർച്ചവ്യാധിയും സംസ്ഥാനത്ത് ഭീഷണി ഉയർത്തുന്നുണ്ട്. ആരോഗ്യവകുപ്പ് പ്രത്യേക ഡ്രൈവുകളും ഇതിനെതിരെ ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. അന്തരിച്ച എഴുത്തുകാരി അഷിതയുടെ മൃതദേഹം പൊതുദർശനത്തിന് ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ലിംഗസമത്വത്തിനു വേണ്ടി കഥകൾ ഉപയോഗിച്ച എഴുത്തുകാരിയായിരുന്നു അഷിതയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുസ്മരിച്ചു. സ്ത്രീകൾക്ക് നേരെ പൊതു ഇടങ്ങളിൽ നടക്കുന്ന അക്രമങ്ങളെ അഷിത കഥകളിലൂടെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെന്നും വായനക്കാരുടെ മനസ്സിനെ തൊട്ട കഥാകാരിയായിരുന്നു അഷിതയെന്നും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു.
ആധുനിക ജീവിതത്തിൽ സംഘർഷത്തിന്റെ നെരിപ്പോടായി മാറുന്ന സ്ത്രീത്വത്തിന്റെ വിങ്ങിപ്പൊട്ടലുകളായിരുന്നു അഷിതയുടെ കഥകൾ. സമൂഹത്തെക്കുറിച്ചുള്ള ധാരണകളും അവരുടെ കഥകളിൽ നിഴലിച്ചു. പ്രിയ എഴുത്തുകാരി വിട പറയുമ്പോൾ ആ തൂലികയിൽ നിന്ന് കുടഞ്ഞ അക്ഷരങ്ങൾക്ക് മരണമില്ല. അവസാനിക്കരുതെന്ന് വ്യർത്ഥമായി ആഗ്രഹിക്കുമ്പോഴും അവസാനിക്കുന്നവയാണ് എഴുത്തുകാരിയായ അഷിതയുടെ രചനകൾ മുഴുവനും. 2-3 പേജുകളിലെ ഇതിഹാസങ്ങൾ കാഴ്ചയുടെ മോഹവലയത്തിൽ നിന്ന് പുറത്തു വരാനാകാതെ വിങ്ങുമ്പോഴേക്കും നഷ്ടപ്പെടുന്ന കാഴ്ചകൾ. മനസ്സിലുടക്കിയ അഷിത കഥകൾ വീണ്ടും വീണ്ടും വായിച്ചാൽ പൂർണ്ണമായും പിടിതരാതെ വഴുകിപ്പോകുന്ന അവസ്ഥാന്തരങ്ങൾ. അപൂർണതയുടെ പറഞ്ഞു തീരാത്ത വിങ്ങലിന്റെ പറയാനാഗ്രഹിച്ചതും പറയാനാകാത്തതിന്റെ വിങ്ങലും വിറയലും, പ്രണയത്തിലെ വ്യക്തി എന്നതിനപ്പുറം പ്രണയം തന്നെയായി പോകുന്ന തന്മയീഭാവവുമെല്ലാം ആഷിതയുടെ രചനകളിൽ മാത്രം എന്നും നിറഞ്ഞു നിന്നിരുന്നു. മലയാളത്തിലെ മനഃശാസ്ത്രജ്ഞയായ എഴുത്തുകാരി എന്നുകൂടി ആഷിതയെ വിശേഷിപ്പിക്കാം. 1-2 കഥാപാത്രങ്ങളെ അണിനിരത്തി ഒരു കൂടിക്കാഴ്ചയോ ഒരു തവണത്തെ സംഭാഷണമോ മാത്രമായിരിക്കും പ്രമേയമെന്നതും തൂലികയിലെ ശ്രദ്ധേയത്വം വരച്ചു കാട്ടുന്നു. തൃശൂർ ജില്ലയിലെ പഴയന്നൂരിലായിരുന്നു അഷിത എന്ന എഴുത്തുകാരിയുടെ ജനനം. ഡൽഹി, ബോംബെ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസവും നേടി. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദവും സ്വന്തമാക്കി. എഴുത്തിലേക്ക് തിരിയുമ്പോഴും അഷിതയുടെ അസാധാരണമായ പ്രവേശനത്തിന് യാഥാസ്ഥിതിക കുടുംബത്തിൽ നിന്ന് പോലും കടുത്ത എതിർപ്പുണ്ടായിരുന്നു. ഇതെല്ലാം അവഗണിച്ച് എഴുത്തിന്റെ ലോകം മാത്രം സ്വന്തമാക്കിയ അഷിത അപൂർണ വിരാമങ്ങൾ, അഷിതയുടെ കഥകൾ, മഴമേഘങ്ങൾ, ഒരു സ്ത്രീയും പറയാത്തത്, നിലാവിന്റെ നാട്ടിൽ, ശിവസേന സഹവർത്തനം, മയിൽപ്പീലി സ്പർശം, ഭൂമി പറഞ്ഞ കഥകൾ തുടങ്ങി ഒട്ടേറെ രചനകൾ എഴുത്തിന്റെ ലോകത്തേക്ക് സമ്മാനിക്കുകയും ചെയ്തു. ഇടശ്ശേരി അവാർഡ്, അങ്കണം അവാർഡ്, തോപ്പിൽ രവി ഫൗണ്ടേഷൻ അവാർഡ്, ലളിതാംബിക അന്തർജനം സ്മാരക സമിതിയുടെ യുവസാഹിത്യകാരിക്കുള്ള അവാർഡ് തുടങ്ങി ധാരാളം അവാർഡുകൾ അഷിതയുടെ തൂലികയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. രചനകളിൽ കൂടുതലും ശക്തവും വ്യക്തവുമായി പെണ്ണിടങ്ങൾക്ക് വേണ്ടി വാദിച്ച അഷിത ആ തൂലികയിൽ നിന്ന് കുടഞ്ഞ അക്ഷരങ്ങൾക്ക് ഒരിക്കലും അന്ത്യവുമില്ല. അതിനെയും ഉറക്കെ ഉച്ചത്തിൽ ശരവേഗത്തിൽ തൊടുത്ത സായകം പോലെ ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും. വിട പ്രിയ എഴുത്തുകാരി. കൾച്ചറൽ ഡെസ്ക്. വരുന്ന പൊതു തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക നാളെ മുതൽ നൽകാം. 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 4 പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5 പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 8 ഏപ്രിൽ 23 വോട്ടെടുപ്പും മെയ് 23 തെരഞ്ഞെടുപ്പ് ഫലവും പുറത്തുവരും. ഏപ്രിൽ 27 പൊതു തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് പൂർണ്ണമാകും. കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കം താഴെത്തട്ടിൽ രൂക്ഷം. ജോസ് കെ മാണി എംപിയെ തടഞ്ഞ പിറവത്തെ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ നടപടി. കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി തർക്കം പരിഹരിക്കാൻ ഉമ്മൻചാണ്ടി രംഗത്ത്. കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷവും കോൺഗ്രസ് കേരള കോൺഗ്രസ് തർക്കങ്ങൾ രൂക്ഷമാണ്. പിറവത്തെത്തിയ ജോസ് കെ മാണിയെ തടഞ്ഞ് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറയ്ക്കലിനെ ഒടുവിൽ കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ് നേതൃത്വം ചുമതലയിൽ നിന്ന് നീക്കി. കേരള കോൺഗ്രസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും പ്രതിഷേധം ശക്തമാണ്. അതൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണെന്നായിരുന്നു ജോസ് കെ മാണിയുടെ പ്രതികരണം. അത് അവരുടെ ആഭ്യന്തര കാര്യം. പ്രാദേശികമായ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ചിലതൊക്കെ ഇങ്ങനെ എപ്പോഴും തെരഞ്ഞെടുപ്പ് വരും. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കേരള കോൺഗ്രസിനോടുള്ള തർക്കം മാത്രമല്ല, എയും ഐയും തമ്മിലുള്ള ഗ്രൂപ്പ് പോരും UDFന് വലിയ തലവേദനയാണ്. ആന്ധ്രയിലെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി കോട്ടയത്ത് ക്യാമ്പ് ചെയ്ത് ബഹുഭൂരിപക്ഷം നിയോജക മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് നേതാക്കളെ നേരിൽ കണ്ടു. തർക്കങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കണമെന്ന നിർദ്ദേശം നൽകി. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. ബീഹാറിലെ ബെഗുസറായി മണ്ഡലത്തിൽ നിന്ന് പിന്മാറാനൊരുങ്ങി കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ്. വിദ്യാർത്ഥി നേതാവ് കനയ്യകുമാറിനെതിരെ ബെഗുസറായിൽ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള അതൃപ്തി അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ വീണ്ടും അറിയിച്ചു. സമുദായ വോട്ടുകൾ തനിക്ക് ലഭിക്കില്ലെന്ന് കൂടി ഉറപ്പായതോടെ പിന്മാറാൻ ഒരുങ്ങുകയാണ് ഗിരിരാജ് സിംഗ്. ഗിരിരാജ് സിംഗിന്റെ സിറ്റിംഗ് സീറ്റായ നവാഡയ്ക്ക് പകരമായാണ് ബെഗുസരായ് മണ്ഡലം പാർട്ടി അദ്ദേഹത്തിന് നൽകിയത്. NDA സീറ്റ് വിഭജനത്തിൽ സഖ്യകക്ഷിയായ LJPക്ക് നവാഡ വിട്ടു നൽകുകയും അവിടെ ചന്ദൻ കുമാർ സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. മറുവശത്ത് മഹാസഖ്യം ബീഹാറിൽ CPIക്ക് സീറ്റ് നൽകിയിരുന്നില്ല. പകരം ബെഗുസരായ് മണ്ഡലം ലാലു പ്രസാദ് യാദവിന്റെ RJD എടുക്കുകയും തൻവീർ ഹസനെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഭൂമിഹാർ മുസ്ലിം വോട്ടുകൾ കാര്യമായുള്ള മണ്ഡലത്തിൽ നിന്ന് ഭൂമിഹാറുകാരനായ ഗിരിരാജ് സിംഗ് മത്സരിച്ചാൽ വിജയിക്കുമെന്നായിരുന്നു BJPയുടെ കണക്കുകൂട്ടൽ. എന്നാൽ ബീഹാറിൽ മഹാസഖ്യത്തിന് പുറത്തുനിന്ന് മത്സരിക്കാൻ CPI തീരുമാനിക്കുകയും കന്നയ്യകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു.
ഭൂമിഹാർ വിഭാഗത്തിൽ നിന്നുള്ള കന്നയ്യകുമാറും മത്സര രംഗത്ത് വന്നതോടെ ഭൂമിഹാർ വോട്ടുകൾ ഭിന്നിക്കുമെന്നുറപ്പായി. ഇതോടെയാണ് ഗിരിരാജ് സിംഗ് ബെഗുസരായിൽ മത്സരിക്കുന്നതിലെ അതൃപ്തി നേതൃത്വത്തെ അറിയിച്ചത്. തന്റെ ആത്മാഭിമാനത്തെ പാർട്ടി മുറിപ്പെടുത്തിയെന്നും ബീഹാറിൽ സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെട്ട ഏക MP താനാണെന്നും വ്യക്തമാക്കി ഗിരിരാജ് സിംഗ് പരസ്യ പ്രസ്താവനയും നടത്തി. ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാകും മണ്ഡലം മാറുന്ന കാര്യത്തിൽ അദ്ദേഹം അന്തിമ തീരുമാനമെടുക്കുക. ന്യൂസ് ബ്യൂറോ, ദില്ലി. മാറ്റത്തിന് വോട്ട് തേടി പൊന്നാനിയിൽ ഇടതു പ്രചരണം കൊഴുക്കുന്നു. വികസനം പ്രധാന ചർച്ചയെന്ന് സ്ഥാനാർത്ഥി PV അൻവർ. കുടുംബയോഗങ്ങളുമായി UDF ക്യാമ്പും സജീവമാണ്. പൊന്നാനിയിൽ തെരഞ്ഞെടുപ്പ് പോര് മുറുകുന്നു. ഇടതു വലതു മുന്നണികൾ സജീവ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്. മണ്ഡല പര്യടനവും റോഡ് ഷോയുമായി LDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ പ്രചരണ രംഗത്ത് ഏറെ മുന്നിലാണിപ്പോൾ. കൃത്യമായ സ്വീകരണമാണ് അൻവറിന് മണ്ഡലത്തിലുടനീളം ലഭിക്കുന്നത്. 100% ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ ആവശ്യമുള്ള അടിസ്ഥാനപരമായ ചർച്ച വികസനം തന്നെയാണ്. പിന്നെ ഇവിടെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയതയും, ഈ രണ്ട് കാര്യമാണ് ഈ പാർലമെന്റ് മണ്ഡലത്തിലെ ചർച്ച. UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ രണ്ടാം റൗണ്ട് പര്യടനത്തിലാണ്. കുടുംബയോഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും വോട്ടഭ്യർത്ഥന. ആളുകൾ വളരെ നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട്. സ്ത്രീകൾ, യുവാക്കൾ, അതായത് ഇവിടെ ഈ ന്യൂ ജനറേഷൻ ഒക്കെ ഇപ്പോൾ മേൽ ആവേശത്തിൽ വന്നൊരു സമയം ഉണ്ടായിട്ടില്ല. അവർ പരമ്പരാഗത വോട്ട് ചെയ്യുന്നവരല്ല, അവർ പുതിയ വോട്ടേഴ്സാണ്. പക്ഷെ അവരും വളരെ ഉഷാറുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സംതൃപ്തിയുണ്ട്. അസലായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങൾ. NDA സ്ഥാനാർത്ഥി VT രമയുടെ ആദ്യ രണ്ടു പ്രചരണവും പൊന്നാനിയിൽ പുരോഗമിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് നില പരിശോധിച്ചാൽ പൊന്നാനിയിൽ UDFന്റെ ഭൂരിപക്ഷം കുത്തനെ കുറയുന്നതായി കാണാം. ഈ ട്രെൻഡ് നിലനിർത്താനായാൽ പൊന്നാനിയും തിരിച്ചുപിടിക്കാനാകുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. പൊന്നാനിയിൽ നിന്നും ക്യാമറാമാൻ ഇക്ബാൽ വട്ടക്കുളത്തിനൊപ്പം AK ലതീഷ്.